ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഒരു കട്ടൻ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. രാവിലത്തെ നമ്മുടെ ക്ലൈമറ്റാണ് അത്യാവശ്യം മഴക്കാറൊക്കെ മൂടി, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇസാനെ രാവിലെ നടക്കാനൊക്കെ ഇറക്കിയിട്ട് കുറച്ച് നേരം കെട്ടിയിട്ടിരിക്കുവാണ്. ഇപ്പോൾ ആളെ കൂട്ടിലേക്ക് കേട്ടു കേട്ടോ. അപ്പോൾ മുറ്റം തൂക്കാൻ ഞാൻ ഇറങ്ങിയപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ. ഇത്രയും ദിവസവും തൂത്തിട്ടില്ലായിരുന്നു, മഴയായത് കാരണം. അത്യാവശ്യം നല്ലപോലെ ചവറും ഉണ്ടല്ലേ. ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല ആണ് കേട്ടോ, കാരണം മരം വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇലയാണ് ഈ കൊഴിഞ്ഞു കിടക്കുന്നത്. ഈ മഴ പെയ്ത് മണ്ണും മൂടിയത് കാരണം കുറേ പാടുപെട്ടു. ഫൈനലി ഇതാണ് കേട്ടോ. പിന്നെ ഏട്ടനും കൂടെ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്തു, കാരണം ചവിറ്റൂല് വെച്ച് എനിക്ക് ചവറ് വലിച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. അതുകൊണ്ടാണ് പെട്ടെന്ന് തീർത്തത്. അപ്പറേ വശവും തൂത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് കൊടുക്കുവാണ്. വെയിലിന് അത്ര കാഠിന്യം ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ അമ്മ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാനും അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. പിന്നെ വിശന്നപ്പോൾ ദേ ചായയും കുടിച്ചു, കോഴിക്കട്ടയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗോതമ്പിൻ്റെ ആണ് കേട്ടോ, സാധാരണ അരിപ്പൊടിയുടെ അല്ലേ. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. എന്നെ കെട്ടിയാൻ അത്ര ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ബ്രെഡും മുട്ടയും ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാൻ പുറത്തോട്ടിറങ്ങി, നമ്മുടെ കണ്ടത്തിൽ കൃഷിയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. നമ്മുടെ അമ്മയുണ്ട് കേട്ടോ ആ കണ്ടത്തിൽ, അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പുറകെ തന്നെ ചെയ്യാതെ. അത് കഴിഞ്ഞ് ഞാൻ ഈ റോഡിൽ തന്നെ നടക്കുവാണ്, കാരണം മഴയെങ്ങാനും പെയ്താൽ ഇത്രയും തുണി എടുത്തുകൊണ്ട് ഞാൻ ഓടി അകത്ത് കയറണം. അതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ ഞാൻ നിൽക്കുവാണ് കേട്ടോ. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അമ്മയും അച്ഛനും എല്ലാവരും പോയി, പിന്നെ ഏട്ടനും പോയി. ഇപ്പോൾ ഇത്രയും തുണി ഞാൻ എടുക്കുമ്പോഴത്തേക്കിനും മഴ പെയ്ത് നനഞ്ഞു പോകും. അതാണ് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തേച്ച് ഇരുന്ന് ഞാൻ മടക്കുവാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ തുടങ്ങുന്നതല്ലേ ഉള്ളൂ, അപ്പം പതുക്കെ അതൊക്കെ ശരിയായിക്കോളും കേട്ടോ. അങ്ങനെ ദേ ഇത്രയും തുണി ഉണ്ടായിരുന്നു, കുറച്ച് ഞാൻ മടക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ ചോറ് കഴിച്ചു. നമുക്ക് തോരൻ, ചമ്മന്തി, പിന്നെന്താ മാങ്ങാച്ചാറ്, തേങ്ങ അരച്ച ഒരു അയിലക്കറിയായിരുന്നു. നല്ല ഊണായിരുന്നു. കഴിച്ചിട്ട് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല മഴ. ഞാൻ ഈ തുണിയെങ്ങാനും പുറത്തൊക്കെ കിടന്നിരുന്നെങ്കിൽ അത് മുഴുക്കെ നനഞ്ഞു പോയേനെ. എന്തോ ദൈവഭാഗ്യം കൊണ്ടാണ് ഞാൻ എടുത്തത്. നമ്മുടെ ചേട്ടൻ ഈ മഴയത്ത് നിന്നിട്ട് മരുന്നടിക്കുന്നുണ്ടേ. എനിക്ക് കണ്ടപ്പോൾ പാവം തോന്നി. അത് കഴിഞ്ഞ് പുള്ളി കയറി കേട്ടോ. കാരണം മഴ അത്യാവശ്യം കൂടിയപ്പോൾ കയറി ഒരു കട്ടൻ ചോദിച്ചു, കട്ടൻ ഇട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾക്കൊന്ന് ടൗണിൽ പോകണമായിരുന്നു, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അങ്ങനെ മുല്ലയ്ക്ക വന്നതാണ്. വിശന്നു. നമ്മൾ സ്ഥിരമായിട്ട് ബജ്ജി കഴിക്കുന്ന ഒരു കടയുണ്ട്, ഒരു 4-5 അല്ല അതൊക്കെ മുകളിൽ ആയി നമ്മളിവിടുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫേവറേറ്റ് ബജ്ജിക്കടയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് കുറച്ച് അൺബോക്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചല്ല, ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ കേട്ടോ, കാരണം അതൊരു സെൽഫി സ്റ്റിക്കാണ്. ഏട്ടനത് ഓർഡർ ചെയ്തതാണ്. അത്ര വലിയ ഗുമ്മൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത്. പ്രൊഡക്റ്റ് അത്ര വലിയ സുഖമൊന്നുമില്ല. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇത് അത്ര വലിയ ഗുമ്മൊന്നുമില്ല, ഇത് നമുക്ക് റിട്ടേൺ അയക്കാമെന്ന്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് വലുതായിട്ടൊന്നും പറയാത്തത്. അതിനൊരു ചാർജറും കൂടി ഇൻക്ലൂഡ് ആണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിന് അത്യാവശ്യം ക്വാളിറ്റിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞത് നമുക്ക് റിട്ടേൺ അയക്കാം എന്ന് പറഞ്ഞിട്ട് അത് റിട്ടേൺ അയക്കാനുള്ള ഒരുക്കങ്ങളാണ്. അത് വെച്ച് നോക്കിയിട്ടും വലിയ ഗുമ്മൊന്നുമില്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പം അത് റിട്ടേൺ അയക്കാൻ പോവുകയാണ്. കുറേ നാൾ കൂടിയിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നുള്ളത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ചെറിയ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അതൊക്കെ എല്ലാവരും കയറി കാണണം കേട്ടോ. നമ്മുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ടൈപ്പൊക്കെ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ.